കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. കേരളത്തിലെ ഏക ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണിത്. എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഓണക്കൂറിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാമ്പസ് ആണിത്. നമുക്കിനി ക്യാമ്പസ് ഒക്കെ ചുറ്റി നടന്നൊന്ന് കണ്ടിട്ട് വന്നാലോ? ഇതാണ് ചിന്മയുടെ ഡൈനിങ് ബ്ലോക്ക്. ഈ ഡൈനിങ് ബ്ലോക്കിൽ നമ്മൾ കാണാൻ ഒരുപാട് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മോസ്റ്റ് മോഡേൺ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഫയർലെസ് കിച്ചൺ ഉണ്ട്. പിന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ബോയ്സ് ഹോസ്റ്റലിലോട്ട് കയറുവാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ താമസിക്കാനും വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. റൂംസൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സെപ്പറേറ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവർക്ക് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളും കോർട്ടും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഹോസ്റ്റലിലുണ്ട്. ഇനി ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നോർമൽ ക്ലാസ് റൂം പോലൊന്നുമല്ല, സ്മാർട്ട് ബോർഡൊക്കെയുള്ള അതും വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ക്ലാസ് റൂമാണ് ചിന്മയുടേത്. ചിന്മയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാനായിട്ട് നമ്മുടെ കൂടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റി അനുപമ മാം ഉണ്ട്. മാമിനോട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം മാം. ഇപ്പം ചിന്മയ എന്ന് പറയുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആണ്. ട്രഡീഷണൽ ആയിട്ട് കേരളത്തിൽ ഒരുപാട് കോളേജുകൾ ഈ പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ ഓൾറെഡി ഒരുപാട് വർഷങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടികൾ ചിന്മയെ ചൂസ് ചെയ്യണം? അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ചിന്മയ കേരളത്തിലെ ആദ്യത്തെ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഡിനോവ കാറ്റഗറിയിലെ ഏക യൂണിവേഴ്സിറ്റി ചിന്മയ ഡീം ടു ബി യൂണിവേഴ്സിറ്റിയാണ്. അപ്പം ബാക്കി കേരളത്തില് ഇപ്പം ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസുകളുണ്ട്. അതുകൂടാതെ KTUവിന്റെ അണ്ടറിലാണ് എഞ്ചിനീയറിംഗ് കോളേജുകൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തീരുമാനമെടുക്കാനും നമുക്ക് സിലബസ് ഒരു ACT ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ കുറച്ചധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂജൻ കോഴ്സുകൾ കൊണ്ടുവരാനും പറ്റുന്ന തീരുമാനം എടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ആ ഡിനോവ കാറ്റഗറിയിൽ നമ്മൾ മാറി നിൽക്കുന്നതും ഒരു യുണീക്ക് ആയിട്ട് നിൽക്കുന്നതും അതുകൊണ്ടാണ്. ഡെനോവ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു പർട്ടിക്കുലർ ഒരു തീമിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യൻ നോളേജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു തീമാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെ നമ്മൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് ഇപ്പൊ ടെമ്പിൾ ആർക്കിടെക്ചർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ പ്രൗഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതും കൂടി നമ്മുടെ സിലബസിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളെ ഒരു ഇന്ത്യയിലെ കുറിച്ചുള്ള ഈ നമ്മുടെ എന്തൊക്കെ പ്രാചീന അറിവുകളും ഉണ്ടായിരുന്നു അതിലും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനൊരു ഊന്നൽ കൊടുത്തുകൊണ്ട് കരിക്കുലം ഡെവലപ്പ് ചെയ്ത് ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ നിലവാരം കീപ്പ് ചെയ്യുന്നു. അതില് നമുക്ക് ഇന്ത്യക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, നമ്മുടെ എന്തൊക്കെ അറിവുകളുണ്ട്, പഴയ അറിവുകൾ കാര്യങ്ങൾ. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് ചില മെഡിസിൻസ് ഒക്കെ ഇപ്പം ചില പർട്ടിക്കുലർ മെഡിസിൻ ഇപ്പം കെമിസ്ട്രിയുടെ ഒരു നമുക്കിവിടെ റിസർച്ച് നടക്കുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ നമ്മുടെ പണ്ട് മുതലേ പറഞ്ഞു വന്നിരിക്കുന്ന നമ്മുടെ ആൾക്കാർ മുത്തശ്ശിമാര് പറയുന്ന ഇന്ന മെഡിസിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററിയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള അതെ ഹിസ്റ്ററിയും അതും കൂടെ പഠനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന രീതിയാണ് ഈ ഡിനോവ കാറ്റഗറി എന്ന് പറയുന്നത്. നോർമൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധാരണ എപ്പോഴും പഠിച്ചു പോകുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ മാം. നമ്മുടെ ഈ കരിക്കുലംസ് ഒക്കെ എങ്ങനെയാണ് മാം പ്ലാൻ ചെയ്തേക്കുന്നത്? കരിക്കുലം നമ്മൾ ഒരു ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ACTയുടെ അണ്ടറിലാണ് നമുക്ക് BTech, BCA, BBA ഇതെല്ലാം നമുക്ക് അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അവർ നിഷ്കർഷിക്കുന്ന ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. ആ ഫ്രെയിം വർക്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സസ് നമ്മൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യും. അപ്പൊ നമുക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ഏറ്റവും ഉന്നത പദവികളിലിരിക്കുന്ന ആൾക്കാരെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം അവരുടെയും കൂടെ അഡ്വൈസ് എടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സിലബസ് ഫ്രെയിം ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയും അക്കാഡമി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും അക്കാഡമിയിൽ നമ്മൾ തിയററ്റിക്കലായിട്ട് കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ചാണ് എപ്പോഴും വിടുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇപ്പൊ ഇൻഡസ്ട്രിക്ക് നീഡായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷനിൽ. അപ്പം ആ ഗ്യാപ്പ് എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഫ്രെയിം ചെയ്തുകൊണ്ടുവരുന്നത്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിരിക്കും. നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഡസ്ട്രിയും ഈ അക്കാഡമി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ന്യൂജൻ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ പാർട്ടായിട്ട് IBM ആയിട്ടുള്ള പാർട്ണർഷിപ്പ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. IBM ആയിട്ട് MOU സൈൻ ചെയ്തു. ഞാൻ കണ്ടിരുന്നു IBM. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ BTech, BCA, BBA പോലുള്ള കോഴ്സുകൾ ഈവൻ BCom പോലും നമുക്ക് IBM ആയിട്ടുള്ള ഇന്റഗ്രേഷൻ കോഴ്സുകളാണ്.
അപ്പം നമ്മൾക്കിപ്പം അവരുടെ ഒരു ട്രാക്ക് ഉണ്ട്, ഇപ്പം AI ട്രാക്ക് അല്ലെങ്കിൽ ക്ലൗഡ്, അങ്ങനെ ഓരോ ട്രാക്കുകളും കുട്ടികൾക്ക് നമ്മുടെ സിലബസിനോടൊപ്പം തന്നെ ഇതും കൂടി ഈ ട്രാക്കും കൂടെ എടുത്ത് പോകുന്ന കുട്ടികൾക്ക് ഒരു ഡ്യുവൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് ഒരു IBMന്റെ ഒരു ബാഡ്ജ് ഉണ്ടാവും, നമ്മുടെ CVയുടെ ഒരു യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും ഉണ്ടാവും, സെപ്പറേറ്റ് ഒരു IBM ആൻഡ് CVB എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെന്തായാലും ഇൻഡസ്ട്രിയിൽ അവർക്ക് വാല്യൂ ആഡഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ പ്ലേസ്മെന്റിലും അതൊരു, അതായത് മാഡം ഇപ്പൊ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ ചിന്മയ തന്നെ പ്രൊവൈഡ് ചെയ്യും, കൂടാതെ IBMന്റെ ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് സെപ്പറേറ്റ് ഉണ്ടാവും. ഇന്റേൺഷിപ്പിംഗ് സർട്ടിഫിക്കറ്റ് പോലെ ആയിരിക്കും. അതെ അതെ, അതുപോലെ തന്നെ. ഓക്കെ മാം. മറ്റെന്താ ഈ സെമസ്റ്ററിലെ ഓരോ സെമസ്റ്ററിലും കുട്ടികൾ IBM അസൈൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഒരു ഫാക്കൽറ്റി ആയിരിക്കും ഇവർക്ക് ഒരു സബ്ജക്ട് കിട്ടുന്നത്. ഓക്കെ മാം. അപ്പൊ അത് നമുക്ക് ആ ഇൻഡസ്ട്രിയും കൂടി നമുക്ക് കൊണ്ടുവരാം. അവിടെ എന്തൊക്കെയാണ് പ്രാക്ടീസ് നടക്കുന്നത് അത് കുട്ടികൾക്കൊന്ന് അവെയർ ആക്കി ആദ്യം തൊട്ട് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് കുട്ടികളെ അതൊന്ന് ട്രെയിൻ ചെയ്ത് എക്സാമ്പിൾസ് കണ്ടായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്. ഓക്കെ മാം. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫെസിലിറ്റീസ് ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സസ് അതിനെ കുറിച്ചൊക്കെയാണ് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. അതെ, ഇത് 2017 നമുക്ക് ഡീം ടു ബി സ്റ്റാറ്റസ് കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം നമ്മൾക്ക് 2-3 ഫെസിലിറ്റികളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വാര്യം റോഡിലൊരു ഫെസിലിറ്റി ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ ക്ലാസ്സുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇവിടെ ഈ ഓണക്കൂർ ഗ്ലോബൽ ക്യാമ്പസ് ഓപ്പൺ ആയത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സ് എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞ തവണ ഇവിടെ അതായത്. ഇതുപോലെ തന്നെ BCAയും BBAയുടെ സ്പെഷ്യലൈസേഷൻസും ഇവിടെയാണ്. അതുകൂടാതെ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് BEd എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ സൈക്കോളജിയുടെ കോഴ്സസ്, BCom, ഈ കോഴ്സുകളെല്ലാം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാത്തിനും ഇതുപോലെ ഇൻഡസ്ട്രിയൽ പാർട്ട്നേഴ്സ് ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഓഫ് ക്യാമ്പസ് ഉണ്ട്, അത് പൂനെയിലാണ്. അത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ ദ ആർട്സ് ആണ്. അതായത് ഓരോ മ്യൂസിക്കിന്റെ തബല, MA തബല, അങ്ങനെയൊക്കെയുള്ള അതൊരു വലിയ ക്യാമ്പസ് ആണ്. പിന്നെ അതുപോലെ ഇവിടെ തുടങ്ങി ഈ വർഷം ഇപ്പൊ ഇവിടെ പതുക്കെ ഈ കോഴ്സുകൾ കുറേശ്ശെ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് തൊട്ട് നമ്മൾ 80 acres ഇപ്പോൾ ഉണ്ട്. ഒരു എക്സ്പാൻഷൻ ഉണ്ട്, ഒരു 110 acres-ഓളം. അങ്ങനെ ടോട്ടൽ ഈ ക്യാമ്പസിലേക്ക് അവസാനം അൾട്ടിമേറ്റ്ലി എല്ലാം ഇവിടത്തേക്ക് വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കുറേ നാൾ കഴിഞ്ഞിട്ട്, ഇപ്പോഴില്ല, ഫ്യൂച്ചറിൽ. അതുപോലെ തന്നെ മാം നമ്മുടെ ഫാക്കൽറ്റീസ്, അതുപോലെ ക്യാമ്പസ് ലൈഫ്, ഇതിനെ കുറിച്ചൊക്കെ മാമിന് എന്താ പറയാനുള്ളത്? ഫാക്കൽറ്റീസ് എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആണ്. മിക്കവരും IIT നിന്നൊക്കെ ഉള്ള ഫാക്കൽറ്റീസ് ആണ്. പിന്നെ അതുപോലെ നമ്മുടെ VC വൈസ് ചാൻസലർ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു, പുള്ളിയാണ് വിളിക്കുന്നത്. പുള്ളി ഇന്റർനാഷണൽ റിലേഷൻസ് എല്ലാം ഹെഡ് ചെയ്യുന്നതും പുള്ളിയാണ്. അപ്പം ആ രീതിയിൽ നമുക്കൊരു അതുപോലെ ചിന്മയ മിഷൻ്റെതാണ് ഈ യൂണിവേഴ്സിറ്റി. അപ്പൊ ചിന്മയ മിഷന് വേൾഡ് വൈഡ് ആശ്രമങ്ങളും കണക്ഷൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം നമുക്കിപ്പോൾ ഇവിടെ വരുന്നത് തന്നെ നമ്മളെ ഡോണേഴ്സാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ഇൻഡസ്ട്രി ആയിട്ടും ഒരുപാട് ആൾക്കാരുമായിട്ടും പുറത്ത് നമുക്ക് നല്ല കണക്ഷൻസ് ആണ്. അപ്പൊ അത് നമ്മുടെ പ്ലേസ്മെന്റിനായാലും ഇന്റേൺഷിപ്സിനായാലും ഒരു വിധത്തിൽ നമ്മൾ നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യും. നമ്മുടെ കുട്ടികളെയൊക്കെ അത് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നതാണ് ആ ഒരു കണക്ഷൻസ്. പിന്നെ റിസർച്ച് ഫണ്ടിങ്, അതുപോലുള്ള കാര്യങ്ങൾ ഫാക്കൽറ്റിക്കും അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഇപ്പം റിസർച്ച് ഫണ്ടിങ്, നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പല രീതിയിലാണ് നമ്മളെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. ഒന്നെന്ന് വെച്ചാൽ അവർക്ക് ഇൻഡസ്ട്രിയിലേക്ക് പോവാം, കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ. അല്ലെങ്കിൽ അവർക്കൊരു ഓണ്ടർപ്രനർ ആവാം, അവർക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അവരുടെ ഓൺ ഫാമിലി ബിസിനസ് ഉള്ളവർക്ക് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ പുതുതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്കാഡമിയിലേക്ക് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോവാം. അപ്പൊ ഈ 3 രീതിയിലും നമ്മൾ കുട്ടികൾക്ക് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ 3 രീതിയിലും കുട്ടികളെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ജോലി വേണ്ടവരാണെങ്കിൽ ആ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാനായിട്ടും. ഇവിടെ ഇവർക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, നമുക്കൊരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. പ്ലേസ്മെന്റ് സെല്ല് നമ്മൾ ഇവർക്ക് 3rd സെമസ്റ്റർ തൊട്ട്, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 3rd സെമസ്റ്റർ തൊട്ട് നമ്മൾ ഈ കോഴ്സിനോടൊപ്പം തന്നെ നമ്മുടെ സബ്ജക്റ്റുകളോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് ട്രെയിനിങ് നമ്മൾ ഓഫർ ചെയ്യാറുണ്ട്. അപ്പൊ പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിൽ സോഫ്റ്റ് സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും അങ്ങനെ ഓരോ ട്രെയിനിങ്ങും നമ്മൾ കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ബൈ എൻഡ് ഓഫ് ദ ലൈഫ്. പിന്നെ അതുപോലെ ഇന്റേൺഷിപ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പം അത് ശരിക്കും ഒരു വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇന്റേൺഷിപ്സ് അത് മാൻഡേറ്ററി ആണ്. അതുകൂടാതെ അത് നല്ല കമ്പനികളിൽ ഗ്ലോബലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട്, കുട്ടികളെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും കൂടി വെച്ചിട്ട് നമുക്ക് ഇവർക്ക് നല്ല പ്ലേസ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്റേൺഷിപ്പിന് ശേഷമാണോ കുട്ടികൾക്ക് പ്ലേസ്മെന്റ്? ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു സെമസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നതിനാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് പോകുന്നത് ട്രെയിനി പൊസിഷൻസ് ആണ്. അപ്പൊ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര തിയറിറ്റിക്കലായിട്ട് കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചാലും അവർ ശരിക്കും ഒരു ആക്ച്വൽ ജോബ്, ഒരു ടാസ്ക് ചെയ്താലേ
നമുക്കത് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ടാസ്ക് ഇന്റേൺഷിപ്പ് കൂടെയാണ് അവർക്ക് കിട്ടുന്നത്. അത് ശരിക്കും അവരുടെ ആ സ്കിൽ ഡെവലപ്മെന്റ് തന്നെയാണ്. എല്ലാ കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് എല്ലാ കോഴ്സുകൾക്കും ഇന്റേൺഷിപ്പ് അപ്പം പഠിച്ചിറങ്ങുമ്പോ തന്നെ ഒരു ട്രെയിനിങ് ഇതുപോലെ BCA BBA എല്ലാം ഇപ്പൊ നമുക്ക് ഓണേഴ്സ് അല്ലേ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി ടൈം ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് 4 വർഷം. അപ്പൊ 4 വർഷത്തിൽ നമുക്കിപ്പം ഒരു നല്ലൊരു കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് കിട്ടുവാണെങ്കിൽ ഈവൻ 1 ഇയർ ആണെങ്കിൽ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കത്തേ ഉള്ളൂ മാക്സിമം. ഓക്കെ. അപ്പം ഇവർക്ക് പഠിച്ചിറങ്ങുമ്പോ തന്നെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവുന്നു. അപ്പൊ പിന്നെ ജോബ് ഇവിടെ 100% പ്ലേസ്മെന്റ് ഉണ്ടോ മാം? പ്ലേസ്മെന്റ് 100% നമുക്ക് അത് നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. ഹയർ സ്റ്റഡീസിന് പോകാത്ത സ്റ്റുഡൻസിനെല്ലാം തന്നെ പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. പ്ലേസ്മെന്റ് ഇഷ്ടം, അതായത് പ്ലേസ്മെന്റ് ആദ്യം നമ്മൾ ചോദിക്കും ആർക്കൊക്കെയാണ് ഇതിനകത്ത് പ്ലേസ്മെന്റ് ഇൻട്രസ്റ്റ് ഉള്ളത്, ആർക്കൊക്കെയാണ് ഹയർ സ്റ്റഡീസിന് പോകേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങേണ്ടത് ചോദിക്കും. സ്റ്റാറ്റസ് എടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ ഇവരെ ട്രെയിൻ ചെയ്യുന്നത്, ആർക്ക് എന്തൊക്കെ വേണം അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. മാം, നമ്മുടെ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളിലോട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ IBM എന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അത് കൂടുതൽ ഇന്റർനാഷണൽ കമ്പനികളാണോ വരുന്നത്? നമ്മൾ ഇവിടെ ചിന്മയുടെ ഒരു നമ്മൾ അഡ്മിഷൻസ് ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എല്ലാം ഇതൊരു ഗ്ലോബൽ ക്യാമ്പസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ മാത്രമല്ല പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, പുറത്തുള്ള കുട്ടികൾ ഇങ്ങോട്ട് വരണമെന്നാണ് നമ്മൾ ആഗ്രഹം. ഇവിടുത്തെ കുട്ടികൾ പുറത്ത് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാര്യം പുറത്ത് അവർ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പുറത്ത് പോകുന്നത്, ആ ഒരു എൻവയോൺമെന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പോയി ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പം പുറത്തുള്ള പ്രൊഫസേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇവിടെ ആ ഒരു എഡ്യൂക്കേഷൻ പുറത്ത് ഉള്ള ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലെ ഗ്ലോബൽ ക്യാമ്പസ് എന്നാണ് പറയുന്നത്. ഇന്റേൺഷിപ്സും ഗ്ലോബൽ ഇന്റേൺഷിപ്സ് ആണ്. ഇന്റേൺഷിപ്പ് ഒരിക്കലും നമ്മൾ ഇന്ത്യ ചെയ്യണമെന്നല്ല പറയുന്നത്, നമ്മൾ തന്നെ ട്രൈ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ ഗ്ലോബൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലാസ്റ്റ് ഇയറും അതിന്റെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കുട്ടികൾ ഗ്ലോബലായിട്ട് ഇന്റേൺഷിപ്പ് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബിടെക്കിലെ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ 3rd സെമസ്റ്റർ ആണ് ബിടെക്കിന്റെ സ്റ്റുഡൻസ്. ഇപ്പൊ ജൂലൈയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ബാച്ച് ആണ് നമ്മളിപ്പോൾ 2024 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2023 ബിടെക് നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇപ്പം കേരളത്തിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ ഈ ഡിഗ്രി കോഴ്സുകളുടെ അഡീഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ BCA കൂടെ AI ആണെങ്കിലും BCA യൂണിവേഴ്സിറ്റിയിൽ AI അഡീഷണൽ സർട്ടിഫിക്കേഷനുമായിട്ടാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിന്മയ വന്നതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ എന്നൊരു ഇത് വരികയും അതിനെ കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരികയും ചെയ്യുന്നുണ്ട്. അപ്പം അതായത് ഈ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷനും അഡീഷണൽ സർട്ടിഫിക്കേഷനും തമ്മിൽ എന്താണ് വ്യത്യാസം, അതിന്റെ സിലബസിലും സർട്ടിഫിക്കേഷനിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ മാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? പറയാലോ. ചിന്മയ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആണ്, അറിയാലോ. അപ്പോൾ നമുക്ക് UGC ആണ് ഈ അംഗീകാരം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി 2017 പിന്നെ അത് കഴിഞ്ഞ് 2022 റിന്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ആ പ്രോപ്പർ നമ്മളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് നമ്മുടെ BCA എന്ന് പറയുന്നത് ഇപ്പം പുതിയ NEP പ്രകാരമുള്ള ഓണേഴ്സ് ഡിഗ്രിയാണ്. അത് 4 ഇയർ ഡിഗ്രിയാണ്. പക്ഷെ ഒരു കുട്ടിക്ക് 3rd ഇയർ ആകുമ്പോഴത്തേക്കും ഇനി മതി എന്ന് തോന്നുകയാണെങ്കിൽ അത് ക്വിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് പിന്നെ അങ്ങനെ ACT പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ACT അപ്രൂവ്ഡ് ആണ് നമ്മുടെ BTECും BCAയും BBA കോഴ്സസ്. അപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടി ഈ പാസ് ഔട്ടായി BCAയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ നമ്മളത് ആഡ് ഓൺ ആയിട്ടല്ല BCAയിലെ സിലബസ് ഉള്ളത്. BCAയുടെ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള കരിക്കുലം ഡെവലപ്പ് ചെയ്ത് അതാത് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ഓൺ ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ എടുത്ത് കൊടുക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റഗ്രേറ്റഡ് ആണ്. നമ്മൾ ആ ഇപ്പം ഒരു കുട്ടി ഒരു സ്പെഷ്യലൈസേഷൻ എയിൽ ചെയ്യണം, അത് BTEC ആണെങ്കിലും BCA ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിന്റെ കുറെ കോർ സബ്ജക്റ്റുകൾ പഠിക്കും. അതിപ്പം AI ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും എവിടെയാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറെ കോർ സബ്ജക്റ്റുകൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും സ്പെഷ്യലൈസേഷൻ എന്ന് വരുമ്പോഴത്തേക്കും ഈ കോർ കമ്പ്യൂട്ടർ സയൻസിന്റെ സബ്ജക്റ്റുകൾ പഠിച്ച ശേഷം കുറച്ച് എലക്റ്റീവ്സ് ആണ് വരുന്നത്. അപ്പൊ 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ ഇതെല്ലാം ഒരു എലക്റ്റീവ് ബാസ്ക്കറ്റ് ഉണ്ട്. അത് നമ്മൾക്ക് ഇപ്പൊ AI പഠിക്കുന്ന കുട്ടികൾ അതിൽ നിന്നുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്റേൺഷിപ്പ് മാൻഡേറ്ററി ആണ്. പിന്നെ ഫൈനൽ പ്രോജക്റ്റ്, ഇത് രണ്ടുമാണ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് ഈ സബ്ജക്ട് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്തെന്നുള്ള ഒരു ഐഡിയ കിട്ടും. നമ്മൾ തിയറി പഠിക്കുന്നതല്ലാതെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഈ 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ AI സ്പെഷ്യലൈസേഷനിൽ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയാണ് ഒരു കുട്ടി ഒരു സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് സബ്ജക്ട് എന്ന് പറയുന്നത്. പണ്ട് നമുക്കുണ്ടായിരുന്നത് ജനറൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ജനറൽ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ കുറെ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. പക്ഷെ എപ്പോഴും നമുക്കറിയാം അതിലൊരു പോയി ജോലി ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഫീൽഡായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് തന്നെ ഈ സ്പെഷ്യലൈസേഷനിൽ പഠിക്കുമ്പോൾ ഈ കുട്ടി ഡയറക്റ്റ് ആ ഒരു ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യലൈസേഷനിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും. അതേ ഉള്ളൂ ആ ഒരു ഡിഫറൻസ്. അങ്ങനത്തെ കുട്ടികൾക്ക് ഇപ്പം പ്രസന്റ്ലി ഡിമാൻഡ് ഉണ്ട്. അപ്പൊ AI എന്ന് പറയുന്ന ഒരു ചിന്മയിൽ വന്ന് BCAയിൽ AI പഠിക്കുന്ന ഒരു കുട്ടി
ഈ എ എന്താണെന്നുള്ള അതിലെങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ കുട്ടിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവും. ശരിക്കുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കൂടുതലും ഇൻഡസ്ട്രി ആയിട്ട് എക്സ്പോഷർ കൊടുത്ത് പഠിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അതായത് ഇപ്പം ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ആകുമ്പോഴത്തേക്ക് BC ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത്. ആഡ് ഓൺ ഇപ്പൊ ആണെങ്കിൽ ആഡ് ഓൺ ജസ്റ്റ് അതിന്റെ പോർഷൻസ് വല്ല ഇത്ര അവേഴ്സ് ഒക്കെ ഇവർക്ക് ക്ലാസ് കിട്ടും. പക്ഷെ ഇപ്പം സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം എടുക്കുവാണെങ്കിൽ ഇവർക്ക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണെങ്കിലും സബ്ജക്ട് നോളജ് ആണെങ്കിലും കൂടുതലായിട്ട് കിട്ടും. അതുകൂടാതെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ചിന്മയ പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്പെഷ്യലൈസേഷൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അതിന് കൂടുതൽ വാല്യൂ കിട്ടും. അതെ, യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ്, ആഡ് ഓൺ അല്ല. ഓക്കെ മാം, ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട്. മനോഹരമായിട്ടൊരു ഗ്രീൻ ക്യാമ്പസ് ആണിത്. ഇവിടെ കുട്ടികളുടെ ക്യാമ്പസ് ലൈഫ് എങ്ങനെയായിരിക്കും? അതുപോലെ തന്നെ ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ എങ്ങനെയാണ് മാം പ്ലാൻ ചെയ്തേക്കുന്നത്? ഇത് ശരിക്കും ചിന്മയുടെ ഈ ഗ്ലോബൽ ക്യാമ്പസ് ഓണക്കൂർ ഉള്ളത് ഒരു റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി പോലെയാണ്. അതായത് കുട്ടികൾ ഇവിടെ താമസിച്ച് ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റികളും എൻജോയ് ചെയ്ത് അവർ പഠിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ പ്ലാനിങ്ങിൽ തന്നെ കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ്. അതിവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫേസ് 1 നമ്മൾ അക്കാഡമിക് ബ്ലോക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഹോസ്റ്റൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന ഡെവലപ്മെന്റ് ഉള്ളത് ഏറ്റവും കൂടുതൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ യോഗ നമ്മൾ അക്കാഡമിക് ഇതിന്റെ ഒരു പാർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പോർട്സ് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഫോട്ടോഗ്രാഫി, അങ്ങനെ എല്ലാ ഒരു നമ്മൾ സാധാരണ യൂണിവേഴ്സിറ്റി കാണുന്ന പോലെ എല്ലാ ക്ലബ്ബുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. എല്ലാ ക്ലബ്ബിലും ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ അവർക്ക് കോളേജ് ഡേ, എത്നിക് ഡേ, അങ്ങനെയുള്ള ഡേകൾ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രഷേഴ്സ് ഡേ ഉണ്ട്. അങ്ങനെ എല്ലാ നോർമൽ യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ എൻജോയ് ചെയ്യും. ഹോസ്റ്റലിന്റെ ഉള്ളിലൊക്കെ കണ്ടിരുന്നു കുട്ടികൾക്ക് സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ് ഒക്കെ. കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു കോളേജിനെ കുറിച്ചും ക്യാമ്പസ് ലൈഫിനെ കുറിച്ചൊക്കെ. ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു മാം. ചിന്മയ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസ്, അഡ്മിഷൻ ഡീറ്റെയിൽസ്, ഫീസ് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായി അവരുടെ അഡ്മിഷൻ സെല്ലിലെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇതുപോലുള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റീസിൻ്റെയും കോളേജിൻ്റെയൊക്കെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.